പീപ്പിൾ എക്സ്ക്ലൂസീവ് ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റത്തിലെ അനിശ്ചിതത്വം സ്കൂളുകളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാഴ്ത്തി. തെക്കൻ ജില്ലകളിലെ സ്കൂളുകളിൽ അധിക അധ്യാപകരാണെങ്കിൽ വടക്കൻ ജില്ലകളിലെ പല സ്കൂളുകളിലും അധ്യാപകരില്ലാത്ത അവസ്ഥയാണ്. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്നു. ഒരുപാട് ഞങ്ങൾ ലാഗ് ചെയ്തിട്ടാണ് ഈ പുതിയ സാർ വന്ന് അവരുടെ കഷ്ടപ്പെട്ട് ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പറയുന്നു അവർ പോകുന്നു. ഇനി പുതിയ സാർ വരുമ്പോൾ ഒരു 2 മാസവും കൂടി ഞങ്ങൾക്ക് കാണുള്ളൂ. ആ 2 മാസത്തേക്ക് വേറൊരു സാർ വരുന്നു, അവർ പഠിപ്പിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും സത്യത്തിൽ +2ൻ്റെ മാർക്ക് ഞങ്ങളെ ബാധിക്കും. ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ്റെ രീതിയിലായിരിക്കും നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്, പഠിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ സാറിൻ്റെ രീതിയിൽ സാറ് പഠിപ്പിക്കുന്ന വഴിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇത് ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ മാത്രം പരാതിയല്ല. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ്. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റത്തിലെ അനിശ്ചിതത്വമാണ് ഇതിന് കാരണം. വടക്കൻ ജില്ലകളിലെ ഭൂരിഭാഗം ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരും തെക്കൻ ജില്ലകളിലേക്ക് സ്ഥലം മാറി വന്നു. എന്നാൽ ഉത്തരവുകൾ മരവിപ്പിക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിലെ അധ്യാപകർ വടക്കൻ ജില്ലകളിലെ സ്കൂളുകളിൽ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വടക്കുള്ള സ്കൂളുകളിൽ 2 മാസമായി അധ്യാപകരില്ലാത്ത അവസ്ഥയാണ്. തെക്കൻ ജില്ലകളിലാകട്ടെ ഇരട്ടി അധ്യാപകരും. ഇവിടേക്ക് സ്ഥലം മാറി വന്ന ഭൂരിഭാഗം അധ്യാപകർക്കും ശമ്പളം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏത് അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണമെന്ന ആശയക്കുഴപ്പം വേറെയും. ഞങ്ങളിൽ ആര് ക്ലാസ് കൈകാര്യം ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ആദ്യമേ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടു. ആത്യന്തികമായി അനുഭവിക്കുന്നത് കുട്ടി മാത്രമാണ്. ഇദ്ദേഹമാണോ ഞാനാണോ ഇവിടെ പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെയും കിട്ടിയിട്ടില്ല, സാലറി കിട്ടിയിട്ടില്ല. എൻ്റെ സാലറി ഇതുവരെയും പ്രോസസ് ചെയ്തിട്ടില്ല. നിലവിലെ സ്ഥിതിയിൽ ബലിയാടുകളാകുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും. ഫെബ്രുവരി 8 മുതൽ പരീക്ഷകൾ ആരംഭിക്കാനിരിക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ ഈ രീതിയിൽ പരീക്ഷിക്കുന്നത്. സെപ്റ്റംബർ 21-നാണ് ആദ്യത്തെ ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. ക്രമക്കേടുകളും വ്യാപക പരാതികളും കാരണം ഇതുവരെ 3 ഉത്തരവുകൾ റദ്ദാക്കപ്പെട്ടു. നിലവിൽ 3 മാസത്തിനിടെ 4ാമത്തെ ഉത്തരവാണ് സർക്കാർ നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പരീക്ഷണങ്ങൾ.